തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല സഹകരണ വകുപ്പിൽ നടന്നത് 700 കോടിയുടെ അഴിമതിക്കുള്ള നീക്കമെന്ന് ചെന്നിത്തല ആരോപിച്ചു. ടാറ്റ കൺസൾട്ടൻസിക്ക് നൽകാൻ നിശ്ചയിച്ചിരുന്ന 200 മാറ്റി നൽകിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. അഴിമതി പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനുള്ള കരാറിലെന്നാണ് ആരോപണം. CPO നിയന്ത്രണത്തിലുള്ള 2 കമ്പനികൾക്ക് ടെൻഡർ നൽകാൻ വ്യവസ്ഥ ഉണ്ടാക്കിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. 4415 പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പൊതു സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ TCSക്ക് നൽകിയ 206 കോടി രൂപയുടെ ഈ നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു. ജിബിൻ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, ഇപ്പോൾ കൃത്യമായ രേഖകളൊക്കെ നിരത്തിയാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ആരോപണം. മുൻപും സമാനമായ രീതിയിൽ ഇത്തരം ടെൻഡറുകളുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർത്തിയ ആളാണ് സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തല. ഇപ്പോൾ എന്താണ് ഈ നിലവിൽ ഇലക്ഷൻ ഈ രീതിയിൽ നടക്കാൻ പോകുന്ന സമയത്തുള്ള ഈ നീക്കത്തിന് പിന്നിൽ? ഒപ്പം എന്തൊക്കെ രേഖകൾ മുൻനിർത്തിയാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ആരോപണങ്ങൾ? ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം കനത്ത രീതിയിൽ ആ ഒരു ചൂടിലേക്ക് കടക്കുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ സഹകരണ വകുപ്പിനെയും ഗുരുതരമായ ഒരു സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ സഹകരണ വകുപ്പിൽ ഏകദേശം 700 കോടി രൂപയുടെ ഒരു തട്ടിപ്പിന് നീക്കം നടന്നു എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. സഹകരണ സംഘങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് ടെൻഡർ വിളിച്ചിരുന്നത്. ഈ ടെൻഡർ ലഭിച്ചിരുന്നത് TCS എന്ന് പറയുന്ന കമ്പനിക്കാണ്, പൊതുമേഖല കമ്പനിക്കാണ്. 206 കോടി രൂപയുടെ, അതായത് 4415 പ്രാഥമിക സംഘങ്ങൾക്കുള്ള പൊതു സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് 206 കോടി രൂപയ്ക്കാണ്. ഇത് TCS ആദ്യം ടെൻഡർ നടപടികൾ സ്വീകരിച്ചത്. പിന്നീട് TCSൽ നിന്ന് ആ ടെൻഡർ പിൻവലിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെയല്ല, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് CPMന്റെ അധീനതയിലുള്ള 2 സൊസൈറ്റികൾക്ക്, ദിനേശ് BD സഹകരണ സംഘത്തിനും മറ്റൊരു സംഘത്തിനും ഈ ടെൻഡർ നൽകുകയായിരുന്നു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ 206 കോടി രൂപയ്ക്ക് TCS എടുത്തിരുന്ന ടെൻഡർ മറിച്ച് നൽകിയത് 700 കോടി രൂപയ്ക്കാണ് ഈ മറ്റു 2 സഹകരണ സംഘങ്ങൾക്ക് നൽകിയതെന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് TCS ആദ്യം ഈ 206 കോടി രൂപയ്ക്ക് ടെൻഡർ എടുക്കുന്നു, അതിനുശേഷം ഈ ടെൻഡർ റദ്ദാക്കിക്കൊണ്ട്, കാരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാപനം മതി ഇത്രയും ഒരു കാര്യം, അതായത് സഹകരണ സംഘങ്ങൾക്കുള്ള ഈ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നുള്ള ആളുകൾ മതി എന്ന തരത്തിലേക്ക് ടെൻഡറിൽ ഉപാധികൾ വെച്ചു. അതിനുശേഷമാണ് TCSന് പിന്നീട് രണ്ടാമത് ടെൻഡർ വിളിച്ച സമയത്ത് ഉപാധികൾ പാലിച്ചുകൊണ്ട് ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ദിനേശ് BD സഹകരണ സംഘത്തിനും മറ്റൊരു സഹകരണ സംഘത്തിനും ഈ ഒരു ടെൻഡർ ലഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആദ്യം ലഭിച്ചിരുന്ന ടെൻഡർ എന്ന് പറയുന്നത് അത് ലഭിച്ചിരുന്ന TCSനാണ്. TCS സ്വമേധയായി ടെൻഡറിൽ നിന്ന് പുറത്തേക്ക് പോയതാണോ അതോ ഈ ഉപാധികൾ വെച്ചുകൊണ്ട് TCSന് ഈ ടെൻഡറിൽ നിന്ന് പുറത്താക്കിയതാണോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയും സഹകരണ വകുപ്പിനെതിരെയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതി നൽകാൻ കൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ ടെൻഡർ നടപടികളായി മുന്നോട്ട് പോവുകയും 700 കോടി രൂപയുടെ തട്ടിപ്പ് സഹകരണ മേഖലയിൽ നടക്കുകയും ചെയ്യുമായിരുന്നു എന്നുകൂടിയാണ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.